സ്നേഹം നിറഞ്ഞ നിറഞ്ഞ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ജോർജ് മേരിക്ക് ഏതൊരു പ്രേമലേഖനമാണെന്ന്. പക്ഷെ സംഗതി അതല്ല, ഇതെൻ്റെ അച്ഛനുള്ള കഥ. ഞാൻ നാട് വിടാൻ പോവാ. എനിക്കിവിടെ മടുത്തു. എന്തിനാ ഒന്ന് നാട് വിടുന്ന ഇറങ്ങിയപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക അല്ലേ? പറയാം. അതിനാദ്യം എൻ്റെ കോളേജിനെ പറ്റി അറിയണം. ഇതാണ് ഞാൻ നാട് വിട്ടു പോകാനുള്ള ഒന്നാമത്തെ കാരണം. എനിക്ക് 42 സപ്ലികൾ സമ്മാനിച്ച എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ കാരണം, എൻ്റെ വീട്. ആ ഇരിക്കുന്നതാണ് എൻ്റെ അച്ഛൻ. ഇപ്പം പറയാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം മനസ്സിലാവും. എടി ലീലേ, ഇതുവരെ ഏറ്റില്ലേ നിന്റെ മോൻ? ഒരു കഴുതക്കാണല്ലേ ഈശ്വര ഞാൻ ജന്മം കൊടുത്തത്. അവൻ ഉണ്ടായിപ്പോൾ വെച്ച ആഞ്ഞിലി വരെ വെട്ടി വിറ്റു. ഈ കഴുതയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. ഇവനെ കഴുതാന്ന് വിളിച്ച കഴുതയ്ക്ക് വരെ നാണക്കേട. അതിന് ബുദ്ധിയില്ലെങ്കിലും പറഞ്ഞ പണിയെങ്കിലും ചെയ്യും. അല്ല, പട്ടീനെ വളർത്തി അത് വാലാട്ടെങ്കിലും ചെയ്തേനെ. ഓരോ വക ജന്മങ്ങൾ വന്ന് ജനിക്കണതേ. ഇങ്ങോർക്ക് തെന്തിൻ്റെ കേടാ. പാവ എൻ്റെ കുട്ടി അല്ലെങ്കിലും പാസ്സാവാത്ത വിഷമത്തിലാ. അപ്പോഴാ പിന്നെ അമ്മ ഈ ചേട്ടനെ ചീത്തയാക്കുന്നത്. അല്ലെങ്കിലും എഴുതിയാലല്ലേ അമ്മയെ പാസ്സാവത്തുള്ളൂ. അമ്മയ്ക്കറിയോ, ചേട്ടൻ്റെ കൂടെ പഠിച്ച അഞ്ജലിയുടെ ചേട്ടന് ഇപ്പോൾ മാസം 50,000 രൂപയാണ് ശമ്പളം. എന്തുവാ അമ്മ ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാതെ വല്ല ഉപദേശം നന്നാക്കാൻ നോക്കുക. അമ്മ ശരിക്കും പാവാ. ഈ അച്ഛനും മോളും കൂടി കുത്തിരിച്ച് അവസാനം അമ്മയെ ഉപദേശി. എന്നാൽ കുറച്ചു നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാന്ന് വെച്ചാലോ? ഏയ് കളിക്ക് ഞാനില്ല. അതെന്താ? ഞാൻ നിൽക്കണേലും നിങ്ങൾ വന്നറിഞ്ഞ ഇത് പിന്നെ സ്ഥിരം പരിപാടിയാ. ഔട്ട് ആവുമ്പോഴുള്ള കള്ളക്കളി. ഇന്നിപ്പോ അവിടെ ഇറക്കാം. നീ വേണേ കളിച്ചാൽ മതി. നീ വാടാ, നമുക്ക് പോവാം. ഇവൻ മൊത്തം ഉടായിപ്പാ. LKG പഠിക്കുന്ന പിള്ളേർ വരെ കളിയാക്കി തുടങ്ങി. പണിയെടുത്ത് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരനെ എടുത്തോട്ട് പോവാം. അവൻ നോക്കിയോളൂ. ഇവിടെ വിട്ടു പോകുമ്പോൾ എനിക്കൊരു ഒറ്റ വിഷമേ ഉള്ളൂ. ഞാനടങ്ങുന്ന ഈ നാട്ടിലെ തൊഴിലേതര യുവാക്കളുടെ സ്വപ്നമായി മാറിയ സുമേഷ് ചേട്ടൻ്റെ ഭാര്യ രതി ചേച്ചി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാങ്ങ പറിക്കാനായിട്ട് സുമേഷ് ചേട്ടൻ്റെ പറമ്പിൽ കയറി എന്നെ ചേച്ചിയുടെ കുളിച്ചും കാണാൻ കയറിയതാന്ന് പറഞ്ഞ സുമേഷ് ചേട്ടനെ ഓടിച്ചിട്ട് തല്ലി. അന്ന് മുതലുള്ള വാശിയാണ്. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും വഴിച്ചെലവിനുള്ള 1000 രൂപ എടുക്കുന്നു എന്ന് സ്വന്തം കഴുത. പറഞ്ഞിട്ടെന്താ, അനുഭവിക്കാൻ യോഗല്ലേ? എടാ കാർത്തി, പത്രോസേട്ടനാ, നിങ്ങളിതുവരെ രാത്രിയോട്ടം നിർത്തിയില്ലേ? ജീവിച്ചു പോണ്ടേടാ. ഈ പകലൊക്കെ ഓടി കിട്ടുന്നു അക്കാപ്പിച്ചോണ്ട് എന്താവാനാ? അതൊക്കെ പോട്ടെ, ഈ പാതിരാത്രിക്ക് നീ എങ്ങോട്ടാ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം. അവിടെ പള്ളിപ്പെരുന്നാളാണേ. അപ്പോൾ ഇന്ന് പോയാലേ നാളെ രാവിലെ അങ്ങ് എത്തൂ. ഇനി വല്ല ഒളിച്ചോട്ടം മറ്റാണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നടത്തി തരാം. ഓടിപ്പോയ വടക്കേ വീട്ടിൽ പുരുഷുവിൻ്റെ ഭാര്യ വരെ തിരിച്ചു വന്നു. നിങ്ങളുടെ ഭാര്യ മാത്രം തിരിച്ചു വന്നില്ലല്ലോ. വരില്ല, ഇതാ കാരണം. ടൗണിലേക്കാണെങ്കിൽ പോര്, ഞാൻ കൊണ്ടാക്കി തരാം. വേണ്ട, കല്യാണം നടത്താൻ വന്നിരിക്കുന്നു.
മോനെ നീ എങ്ങടാ? ഞാൻ ടൗണിലോട്ടാ പാപ്പ. നീ ഒരു ഉപകാരം ചെയ്യുമോ എനിക്ക്? എന്താ? ഈ പാലത്തിൻ്റെ അപ്പുറത്താ എൻ്റെ വീട്. ഓ രാത്രി ആയതുകൊണ്ടേ കണ്ണ് പിടിക്കുന്നില്ല. നീ എന്നെ അവിടെ വരെ ഒന്ന് ആക്കി തരുമോ? ഓ അതിനെന്താ? വലിയ ഉപകാരം മോനെ. ഓ ആയിക്കോട്ടെ. ആ കാണുന്നത് എൻ്റെ വീട്. ഓ അത് ശരി. മോനിനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ. അതെന്താ? ഒരുപാട് ദുർമരണങ്ങൾ നടന്ന സ്ഥലമായത്. രാത്രി ഒറ്റയ്ക്ക് വരുന്ന പലരും ഈ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട് ഇവിടെ. ഞാൻ പേടിച്ചിട്ട് ആരെങ്കിലും വരുന്നത് വരെ ആ പാലത്തിൻ്റെ അവിടെ കാത്തിരുന്നത്. അതിനെന്താ പാപ്പ, ഞാൻ മനസ്സിൽ 3 മാസമല്ലായുള്ളൂ. അപ്പാപ്പാ അപ്പാപ്പാ, ഈശ്വര കിളവന്റെ കാറ്റ് പോയ. നീയൊന്നും മനുഷ്യന്മാരെ കണ്ടിട്ടില്ലടാ. വാ പോവാം. എങ്ങോട്ട് പോവാന്ന്? എൻ്റെ വീട്ടിലോട്ട് പോവാം. ഇവിടെ അത്ര സേഫ് അല്ല. നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ഉള്ളതാ. ഇപ്പൊ പ്രേതമല്ലേ, ഐറ്റം ആണല്ലേ. എന്നാലും നാട്ടുകാർ പഠിക്കുന്ന പ്രേതത്ര സുന്ദരിയാണെന്ന് അറിഞ്ഞില്ല. നിനക്കിപ്പോ എന്തൊക്കെ അറിയണം? നിന്ന് കിടങ്ങാണ്ട് വരണമെങ്കിൽ വാടക എടുക്കാം. അവിടെ എങ്ങനെയാ, സേഫ് ആണോ? ആണെന്നല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അപ്പൊ പോവാം. റേറ്റ് ഒക്കെ എങ്ങനെയാ? എല്ലാരും ഇന്ന് കുറവേ വാങ്ങാറുള്ളൂ. അല്ല നീ ഇതാദ്യമായിട്ടാ? അല്ല അല്ല, ഓവറായിട്ട് ചെറിയ രീതിയിൽ 1-2 തവണയൊക്കെ. ചേച്ചി ഇവിടെ സേഫ് ആണല്ലോ അല്ലേ? ഇവിടെ ആരും വരില്ല. പുറത്ത് ഞാൻ ഒരാളെ കാവലിരുത്തിയിട്ടുണ്ട്. ചേച്ചി ഫുള്ള് സെറ്റപ്പിലാണല്ലേ? കേറി വാ. ഇവിടെ ഇരിക്കേ. ഞാനിപ്പോ വരാവേ. ഓ ശരി. ഋതു ചേച്ചിനെ കിട്ടാത്തതിന്റെ വിഷമം ഇവിടെ തീർക്കാം. എന്തു പറ്റി? എന്തോ ഞരക്കം കേട്ട പോലെ. അത് നിനക്ക് തോന്നിയതാവും ചെറുക്ക. എന്തു പറ്റി? ആരോ അമ്മയെന്ന് വിളിച്ച പോലെ. പേടിയോണ്ട് നിനക്ക് തോന്നിയതായിരിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ ചലനമില്ലാത്ത ചില കാതുകളും. എന്തു പറ്റി? ആരോ ചുമക്കണ പോലെ. മനുഷ്യനൊന്ന് മൂടായി വരുമ്പോ ഉടുക്കത്തൊരു ചുമ. അതാരാ? അതെന്റെ അച്ഛനാ. അച്ഛനോ?
എനിക്ക് 20 വയസ്സുണ്ടാവും അമ്മ മരിക്കുമ്പോൾ. അമ്മയുടെ മുഖം മനസ്സിൽ നിന്ന് മായും മുമ്പേ അയാൾ എന്നെ ഒരു തവണയല്ല പലതവണ, ഒടുവിൽ പകുതി ശരീരം തളർന്ന അയാൾ കിടപ്പിലായപ്പോ എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അയാളെ രക്ഷിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ജീവിക്കാനുള്ള കൊതി കൊണ്ടുമല്ല. അത്ര പെട്ടെന്നൊന്നും അയാൾ മരിക്കരുത്. ചെയ്ത പാപത്തെ ഓർത്ത് നീറി നീറി മരിക്കണം. മകളെ മറ്റൊരാൾ ആസ്വദിക്കുന്നതിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ അയാളുടെ ചെവി നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം. അതിനാ ഈ മുറിയിൽ തന്നെ അയാളെ ഞാൻ കിടത്തിയിരിക്കുന്നത്. ചേച്ചി ഇത് വാങ്ങണം. ഇല്ല, ചെയ്യാത്ത പണിക്ക് ഞാൻ കൂലി വാങ്ങില്ല. സാധാരണ ഇവിടെ വരുന്നവരാരും ആ കഥ കടയ്ക്കാനുള്ള സമയം പോലും എനിക്ക് തരാറില്ല. എല്ലാം കഴിഞ്ഞ് പട്ടിയെ പോലെ തള്ളിയിട്ടങ്ങ് പോവും. ചേച്ചി ഇത് എന്തായാലും വാങ്ങണം. ഇല്ല, ഞാനിത് വാങ്ങില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മുന്നിലൊരാൾ കാവലിരിപ്പുണ്ട്, അയാളുടെ കൈ കൊടുത്തോളൂ. വാ, നടക്ക്. ആ, ദാസേട്ടനോ? കയറിയിരിക്കേ. എന്താടി വരുത്തന്മാരൊക്കെ വന്നു തുടങ്ങിയോ? ഹായ് അങ്കിൾ. എന്നാ മുത്തശ്ശ നാളെ മരുന്ന് വാങ്ങാനുള്ള പൈസ? അയാളിൽ എനിക്കുണ്ടായ കുഞ്ഞ. ഞാനകത്ത് ആളുകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു അവനോട് പറഞ്ഞിരിക്കണം. അതിനവന് കാവലിരിക്കുന്നതിന് അവന് കിട്ടുന്ന പ്രതിഫലാന്ന് അവന്റെ വിചാരം. എന്നെങ്കിലും തിരിച്ചറിയുമ്പോ അവൻ ഈ അമ്മയെ തള്ളിപ്പറയും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരുമ്പോ അവൻ ഈ അമ്മയെ മനസ്സിലാക്കും. സ്വന്തം അച്ഛനെ തന്നെ മുത്തച്ഛന്ന് വിളിക്കുന്ന എന്റെ കുട്ടിയുടെ ഗതി ഓർത്തിട്ട. മോനോട് ഇരിക്കെ, അമ്മ ആ മാമനോട് കഥ പറഞ്ഞു കൊടുക്കട്ടെട്ടാ. ഹലോ അമ്മേ. അത് ഞാൻ അച്ഛനെ പറ്റിക്കാനായിട്ട് എഴുതിയതല്ലേ. ഞാൻ ദേ ഷാരോൻ്റെ വീട്ടിൽ പള്ളിപ്പെരുന്നാളിൽ വന്നേക്കാം. പറഞ്ഞാൽ വീടില്ലെന്നറിയാം, അതാ ഞാൻ പറയാതെ പോന്നെ. അവളെവിടെയാ? ഉറങ്ങിയാ? അന്നത്തെ ആ രാത്രിയായിരുന്നു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച്. എന്നിട്ട് അവരിപ്പോ? പത്രോസേട്ടൻ്റെ മിൻസേച്ചങ്ങനെ ഒന്നായി. ഇനി നമുക്കൊന്നായാലോ? നീ ലൈറ്റൊന്ന് ഓഫാക്കിയേ.